Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിൽ ട്രിപ്പിൾ ഇ പവർ ഇലക്ട്രോണിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള മൂന്നാമത്തെ സെറ്റാണ് നമ്മൾ MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, in voltage source inverter VSIs, the amplitude of the output voltage is. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ VSIയുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ്, ഡിപ്പെൻഡ് ഓൺ ദ ലോഡ്, ഡിപ്പെൻഡ് ഓൺലി ഓൺ ലോഡ്സ്, നൺ ഓഫ് ദീസ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലോഡ്, ലോഡിന് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിലെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ് ആണ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് എ കോൺസ്റ്റന്റ് വാല്യൂ ഓൺ ദ ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ലോഡ് കണ്ടീഷൻസ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല, ലോഡ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ വേവ് ഫോം ഓഫ് ദ ലോഡ് കറന്റ് അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോഡിന്റെ ഇംപിഡൻസിനെയാണ്, നേച്ചർ ഓഫ് ദ ലോഡ് ഇംപിഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആ ഒരു ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ദ ഔട്ട്പുട്ട് വോൾട്ടേജസ്, കറന്റ് സോഴ്സ് ഇൻവെർട്ടറിൽ എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ആംപ്ലിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ നേച്ചർ ഓഫ് ദ വേവ് ഫോം ഡിപ്പെൻഡ്സ് ഓൺ ദ ലോഡ്. ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡും നേച്ചർ ഓഫ് ദ വേവ് ഫോം നേച്ചറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്നാൽ വോൾട്ടേജ് സോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കറന്റ് സോഴ്സിൽ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡിനെയും നേച്ചർ ഓഫ് ദ വേവ് ഫോമിനെയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് കറന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ലോഡ്. ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ് ഇംപിഡൻസ് ആണ്. എന്നാൽ ഇൻപുട്ട് കറന്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആണ്. നമ്മളുടെ കറന്റ് സോഴ്സിൽ എങ്ങനെയാണ്, ഇൻപുട്ട് കറന്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ അതിന്റെ വേവ് ഫോംസ് ഒക്കെ എങ്ങനെയാണ്, ആ ഒരു ലോഡ് ഇംപിഡൻസിന്റെ നേച്ചറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കറന്റ് സോഴ്സ് ഇൻവെർട്ടറിൽ കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫേസ് ട്രാൻസിസ്റ്ററൈസ്ഡ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ഹാസ് എ റെസിസ്റ്റീവ് ലോഡ് ഓഫ് R is equal to 3 ohm. Input voltage EDC is equal to 48 volt. Which of the following statement is not correct എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് R തന്നിട്ടുണ്ട്, EDC തന്നിട്ടുണ്ട് അല്ലെ, ഇൻപുട്ട് വോൾട്ടേജ് EDC തന്നിട്ടുണ്ട്. നമുക്ക് താഴെ എന്തൊക്കെ തന്നിരിക്കുന്നത്, പീക്ക് ട്രാൻസിസ്റ്റർ കറന്റ് IP1 is equal to 16 ampere, peak reverse blocking voltage VBR is equal to 48 voltage, current average transistor current IAV is equal to 32 ampere, and the total harmonic distortion THD is equal to 48.43%. Okay, ഇതിൽ C എന്ന് പറയുന്നതാണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലാണ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ C is the wrong statement. നമുക്ക് എങ്ങനെയാണ് നോക്കൂ, EDC നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്. അപ്പൊ പീക്ക് ട്രാൻസിസ്റ്റർ കറന്റ് IP1 is equal to എന്താണ്, EDC by R ആണ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു തരാം. ഈ IP1 that is peak transistor current IP1 is equal to EDC divided by R എന്നാണ്. ഓക്കെ, EDC by R ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് EDC എത്രയും തന്നിട്ടുണ്ട്, EDC എത്രയാണ്, 48 divided by 3 that is equal to 16 ampere. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ 16 ampere ആണ്. അടുത്തത് നോക്കൂ, ആവറേജ് ട്രാൻസിസ്റ്റർ കറന്റിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, IAV that is ആവറേജ് ട്രാൻസിസ്റ്റർ കറന്റ് IAV that is equal to IP by 2 ആണ്. IP by 2 ആണ് അല്ലെ, ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, IP by 2 ആണ്. ഓക്കെ, അപ്പൊ IP എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ട് 16 ampere that is divided by 2 ആണ്, 8 ampere. ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 8 ampere that is ആവറേജ് ട്രാൻസിസ്റ്റർ കറന്റ് IAV is equal to 8 ampere ആണ്. ഓക്കെ, then അടുത്തത് എന്താണ്, പീക്ക് റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജ് that is equal to VBR is equal to VDC that is EDC. രണ്ട് VBR ഉം EDC നമുക്ക് സെയിം ആണ്, that is equal to 48 വോൾട്ടേജ് ആണ് കിട്ടുന്നത്. then നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് THD ആണ് അല്ലെ, ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ that is equal to EN by E0 RMS ആണ്. RMS ഹാർമോണിക് വോൾട്ടേജിനുള്ള ഇക്വേഷൻ EN is equal to E'0 RMS minus E1 square RMS ആണ്, ഹോൾ പവർ 1/2 ആണ്. അപ്പൊ നമുക്ക് E0 RMS is equal to 48 വോൾട്ട് ആണെന്ന് അറിയാം. അപ്പൊ E1 RMS is equal to എന്ത് വരും, നമുക്ക് E0 അതായത് 0.19 into 48 വോൾട്ടേജ് ആണ് വരുന്നത്. ഓക്കെ, that is equal to 43.2 വോൾട്ടേജ്. അപ്പൊ നമുക്ക് EN is equal to കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ വരുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് 48 സ്ക്വയർ മൈനസ് 43.2 വരുന്നുണ്ട്. ഓക്കെ, that is equal to, അതായത് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, that is equal to 20.92 വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് THD ആണ്, that is total harmonic distortion, that is 20.92 by 43.2 that is equal to 48.43% നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. C
സി നമുക്ക് കറക്റ്റ് ആയിട്ടല്ല കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a three-phase inverter circuit shown, the load is balanced and gating scheme is 120-degree conduction mode. All switching devices in an ideal. Find the power consumed by three-phase load and RMS value of the load phase voltage. DC voltage VS നമുക്ക് 500 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട്. ത്രീ ഫേസ് ഇൻവെർട്ടർ ആണ്, നമുക്ക് കണ്ടക്ഷൻ ആംഗിൾ 120 ഡിഗ്രി തന്നിട്ടുണ്ട്, VS തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്ന ആ ഒരു പവർ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, നമുക്ക് 6 തൈറിസ്റ്റേഴ്സ് ഉണ്ട്, T1 T2 T3 T4 T5 6. അപ്പോൾ ത്രീ ഫേസ് ആണ്, നമുക്ക് 3 ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ഓം വെച്ചിട്ടുള്ളതാണ്. ഈ VS ആണ് നമുക്ക് 500 വോൾട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4.16 കിലോ വാട്ട് ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 180 ഡിഗ്രി കണ്ടക്ഷൻ ആണ് വരുന്നത്. അപ്പൊ VS/2 ഇങ്ങനെ വരും, 2π/3. ദെൻ അഗൈൻ നമുക്ക് കുറച്ച് 0 വരുന്നുണ്ട്, അഗൈൻ നെഗറ്റീവ് കണ്ടക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 120 ഡിഗ്രി കണ്ടക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് V ഫേസ് RMS VS/√6 ആണ്. VS നമുക്ക് 500 തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ √6 204/4.12 വോൾട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പവർ കൺസ്യൂംഡ് ബൈ ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണ്. ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3V²PH/R. അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഫേസ് വോൾട്ടേജ് സ്ക്വയർ ബൈ R ആണ്. അപ്പൊ 3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് നമുക്ക് 204.12 ആണ്, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R നമുക്ക് ഓരോന്നും എത്രയാണ് 30 ഓം ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.16 കിലോ വാട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ത്രീ ഫേസ് സർക്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഔട്ട്പുട്ട് വേവ് ഫോം given in the figure below, output of the converter will be free from fifth harmonic when. ഓക്കെ, അപ്പൊ ആൽഫയുടെ വാല്യൂ എപ്പോഴാകുമ്പോഴായിരിക്കും നമുക്ക് ഈ പറയുന്ന കൺവേർട്ടർ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ഹാർമോണിക്കിൽ നിന്നും ഫ്രീ ആവുന്നത്? when alpha is equal to 72 degree. Option A is the right answer. alpha 72 degree ആവുമ്പോൾ. അപ്പൊ നമുക്ക് എലിമിനേറ്റ് nth ഹാർമോണിക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയണം. nd is equal to pi എന്നുള്ളതാണ് അല്ലെ. nd is equal to pi. So d, അതായത് ആ കണ്ടക്ഷൻ ആംഗിൾ ആണ് d എന്ന് മെൻഷൻ ചെയ്യുന്നത്. d is equal to pi/n ആണ്. pi എന്ന് പറയുന്നത് നമുക്ക് alpha is equal to 2d ആണ് അല്ലെ. alpha is equal to 2d, that is equal to 2π/n വരുന്നുണ്ട്. So 2π/5, that is equal to 72 degree. അതായത് d ആണ് നമുക്ക് pi/n വരുന്നത്, ആൽഫ എന്ന് പറയുന്നത് 2d ആണ് അല്ലെ. അപ്പൊ 2 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2π/n, that is equal to 72 degree വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ വോൾട്ടേജ് കമ്മ്യൂട്ടേറ്റർ ചോപ്പർ ഹാസ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് VS തന്നിട്ടുണ്ട് 200 വോൾട്ട്, ലോഡ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് 1 ഓം തന്നിട്ടുണ്ട്, 2 മില്ലി ഹെൻറി ആൻഡ് 5 വോൾട്ടേജ് തന്നിട്ടുണ്ട്. കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് പാരാമീറ്റർ എന്തൊക്കെയാണ് വരുന്നത്? L 25 മൈക്രോ ഹെൻറി, then C 50 മൈക്രോ ഫാരഡ്. ഫോർ എ കോൺസ്റ്റന്റ് ലോഡ് കറന്റ് അറ്റ് 100 ആംപിയർ, പീക്ക് കറന്റ് ത്രൂ ദ മെയിൻ തൈറിസ്റ്റർ. മെയിൻ തൈറിസ്റ്ററിലൂടെ ഉണ്ടാകുന്ന പീക്ക് കറന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന L, C ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 382.8 ആംപിയർ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ പീക്ക് കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I0 പ്ലസ് VS ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് C/L ആണ് അല്ലെ. I0 നമുക്ക് 100 ആംപിയർ തന്നിട്ടുണ്ട്, VS ഇൻപുട്ട് വോൾട്ടേജ് 200 തന്നിട്ടുണ്ട്, ഇൻറ്റു C/L, ദാറ്റ് ഈസ് C മൈക്രോ, രണ്ടും മൈക്രോയിലാണ് വരുന്നത്. കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡും L മൈക്രോ ഹെൻറിയിലും ആണ്. അപ്പൊ ആ രണ്ട് മൈക്രോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 50/25 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു പീക്ക് കറന്റ് 382.8 ആംപിയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ പവർ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ സെറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.